പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, മരിച്ചുപോയ വ്യക്തികളില്ലേ, നമ്മൾ കുറേ പ്രാർത്ഥിച്ചു, പക്ഷേ രോഗത്തിൽ മരിച്ചുപോയി. അപ്പം നമ്മൾ അതിൻ്റെ പേരിൽ ഇപ്പോഴും ദൈവത്തോട് കലഹവും സങ്കടവും പ്രാർത്ഥനയില്ലാതെയും ഒക്കെ നമ്മൾ മനസ്സിടിഞ്ഞൊക്കെ ജീവിക്കുന്നുണ്ടാവും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നാണ് പലപ്പോഴും അപ്പാരിഷനിലൂടെ മലാഖ കൊടുത്തിരിക്കുന്ന അടിസ്ഥാന വചനങ്ങൾ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. അങ്ങനെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത്, ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന്. ദൈവത്തിലെ നമ്മൾ വെറുത്തുപേക്ഷിച്ച് നിരാശയിൽ കഴിയുന്ന വിഷയങ്ങളുടെ മേലെല്ലാം ഈ ദൈവത്തിന് ഒന്നും അസാധ്യമില്ലാത്ത ദൈവം. അപ്പം നിങ്ങൾ ഓർക്കും ഇങ്ങനെ പറയുമ്പോൾ ഉടനെ ചത്തവൻ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുവാന്ന്. അതല്ല, അതുമൂലം ഉണ്ടാക്കുന്ന കുറച്ച് ആ മനുഷ്യൻ, ആ വ്യക്തി, അമ്മ അല്ലെങ്കിൽ അപ്പൻ അല്ലെ കുഞ്ഞുങ്ങൾ അല്ലെ മക്കൾ മരിച്ചുപോയ മൂലം ഉണ്ടായ ആഘാതങ്ങളില്ലേ, അതുമൂലം കുടുംബത്തിലുണ്ടായിരുന്ന ഇടറവില്ലേ, മിക്കതും ഭൗതികമായിരിക്കും, ചിലപ്പോൾ ആധ്യാത്മിക അല്ലെ മറ്റു തരത്തിലുള്ള വിഷയമാകും. ഈ വിഷയത്തിൻ്റെ മേലെ ദൈവത്തിന് ഇടപെടാൻ കഴിയും. നീ ഇതാ കർത്താവിൻ്റെ ദാസിയെന്നും പറഞ്ഞ അമ്മയെപ്പോലെ ഒന്നും അസാധ്യമില്ലാത്തതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി സമർപ്പിക്കാൻ തയ്യാറാകണം. അപ്പോൾ എന്തെല്ലാം തകർച്ച നഷ്ടങ്ങൾ കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവം എടുത്തു മാറ്റി നിൻ്റെ നെഞ്ചിൽ നിന്ന് കല്ലുരുട്ടി മാറിനെ കാണാം. കല്ലെല്ലാവരുടെ മുമ്പിലും കല്ലിരിക്കണില്ലേ, ഓരോരോ വിഷയങ്ങൾ കാരണം കല്ല് ഇരിക്കണ പോലെ തോന്നും. ഉറക്കം വരണില്ല വെച്ചാൽ നെഞ്ചത്തൊരു കല്ല് കയറ്റി വെച്ച പോലെ തോന്നണം എന്നൊക്കെ പറയലേ, ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാർ പറയലേ. ഇപ്പം കല്ലെടുത്ത് മാറ്റണ പരിപാടിയുണ്ട്. പക്ഷെ കല്ലെടുത്ത് മാറ്റുമ്പോൾ കർത്താവിൻ്റെ ഉദ്ദേശം ലാസറിനെ വേർപ്പിക്കുകയാണ്. അപ്പോൾ ആ കർത്താവിൻ്റെ മുമ്പിലാണ് നീ നിൽക്കണത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന്, കർത്താവായ ദൈവമേ, ദിവ്യ അമ്മയുടെ സാന്നിധ്യത്തില് അങ്ങയോട് മാധ്യസ്ഥ യാചിക്കുന്നു. കർത്താവേ, മനസ്സിടിഞ്ഞു പോയവര്, പ്രാർത്ഥന ഉപേക്ഷിച്ചവര്, മനസ്സിടിഞ്ഞു പോയവര്, മനസ്സിൽ ഭാരമുള്ളവര്, വ്യക്തികളുടെ വിയോഗം, നഷ്ടപ്പെടുതല്, വിടുതല്, വേർപാട് മൂലം ഉണ്ടായിട്ടുള്ള എല്ലാ വേദന അനുഭവിക്കുന്നവരെ, വിവാഹത്തില് അകന്ന് കഴിയുന്നവര്, മക്കള്, ജീവിത പങ്കാളികള്, മരിച്ചു പോയവര്, ഈശോ സ്നേഹിതരെ സഹായിക്കാൻ സന്മനസ്സുള്ളവര്, ഉപേക്ഷിച്ച് പോയതിന്റെ പേരില് അനുഭവിക്കുന്ന സങ്കടങ്ങള് യേശുവേ നാമത്തില് സഭയുടെ അധികാരത്തില് ദൈവത്തിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അടയാളങ്ങള് ആ വ്യക്തികളില് നിറയട്ടെ. മനസ്സ് ഈ നിമിഷം എളിതാകട്ടെ, ഭാരം കുറയട്ടെ. ദൈവനാമത്തില് അവർ ആശ്വാസവും അനുഗ്രഹവും പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. നമ്മുടെ യേശു ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അവർ ദുർനടപ്പിൽ ചെന്ന് ചാടും, ചിലപ്പോൾ തെറ്റായ പ്രണയബന്ധത്തിൽ ചെന്ന് കുരുങ്ങിപ്പോകും. അവർ തന്നെയും രണ്ടും മൂന്നും ദൈവത്തെക്കുറിച്ച് ബോധ്യതയില്ലാത്ത കാരണം പല അബോർഷൻസും സംഭവിക്കും. പിന്നെ കുഞ്ഞുങ്ങൾ അവർക്ക് ഉണ്ടാകത്തില്ല, പിന്നെ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചാലും കിട്ടത്തില്ല.
ഇങ്ങനെ പലതരം പ്രശ്നങ്ങളിൽ മനസ്സിടിഞ്ഞു പോയിട്ടുള്ള മനുഷ്യരെ, ഇവരെല്ലാം ഫയൽ ക്ലോസ് ചെയ്ത ആൾക്കാരാണ്. ഫയൽ ക്ലോസ് ചെയ്ത ആൾക്കാരാണ്. സക്കറിയായെ പോലെ ഇനി ഒന്നും നടക്കത്തില്ല, ഉള്ള കഞ്ഞിയും കുടിച്ച് ഉള്ള പ്രാർത്ഥനയും ചൊല്ലി ജീവിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ ദൈവം ഈ നിമിഷം നിൻ്റെ ജീവിതാവസ്ഥകളിലേക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ നീ ചെയ്ത ഉടമ്പടി പ്രകാരമോ നീ ഇപ്പോഴും കൂടുന്ന ആരാധന അടിസ്ഥാനത്തിലോ നിന്നെ സഹായിക്കാൻ പോവുകയാണ്. ദൈവത്തിലെ ഇതിനേക്കാൾ വലിയൊരു നിമിഷം നമുക്ക് കിട്ടാനില്ല. നീ സ്തുതിക്കട്ടെ. ഇപ്പോൾ അടുത്ത കൃപാസന ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. കർത്താവെ, ഇപ്പോഴും അങ്ങയുടെ മക്കൾ ലോകം മുഴുവനും കർത്താവെ ആരാധന കൂടുന്നവരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഈശോ പല പല കാര്യങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മടുത്ത് അവസാനിപ്പിച്ചു. ഇപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ തന്നെ അവർക്ക് ഉശിരില്ല, അവർക്ക് മനസ്സില്ല, ഇടഞ്ഞു പോയി. കർത്താവ്, ആ വ്യക്തികളിലേക്കെല്ലാം കർത്താവിന് പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ. കർത്താവ്, ആറിപ്പോയി ചൂടാക്കുന്ന, വാടിപ്പോയി നനച്ച് കളിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവിന് കൃപയാൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉണർന്നു വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, പലതരത്തിലുള്ള നെഗോസിയേഷൻസ് കഴിഞ്ഞു, വഴി കിട്ടണില്ല, പലരെ ഇടപെടുത്തി വീട് വെക്കാൻ പറ്റണില്ല, അവിടെ വിറ്റ് പോകണു, അവിടെ താമസിക്കാനും പറ്റത്തില്ല, വിട്ടുപോകാനും പറ്റത്തില്ല. പോയാൽ ഇത് വിറ്റ് കഴിഞ്ഞാൽ ഇതിനേക്കാൾ 10 ഇരട്ടി വില കൊടുത്ത് മേടിക്കാൻ കാശുമില്ല. അതുകൊണ്ട് ഇവിടെ കിടന്ന് ഒടുങ്ങിയേക്കാവെന്നൊക്കെ വിചാരിച്ച് മനസ്സിടിഞ്ഞു പോയ കുറേ മക്കളുണ്ട്. അവരെല്ലാം ഇതുപോലെ പ്രാർത്ഥിച്ച് മടുത്ത് ഫയൽ ക്ലോസ് ചെയ്ത ആൾക്കാരാണ്. സക്കറിയാനെ പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അനേകം മക്കള് വീട്, സ്ഥലം, വിവാഹം, കുഞ്ഞുങ്ങള്, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മടുത്ത് പ്രാർത്ഥന ഉപേക്ഷിച്ച് ദൈവത്തിന്റെ കരുണയിലുള്ള പ്രത്യാശയും പൊരിഞ്ഞു പോയവര്, കർത്താവേ, ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതയില് അവരെ ഏറ്റെടുക്കണമേ. ദൈവത്തിന്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സമാപന ആശീർവാദമാണ്. നിങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ ഇപ്പോഴും വീണ്ടും പരിശുദ്ധ അമ്മയെ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. മുട്ട നിൽക്കാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ നിങ്ങൾ മുട്ട നിന്ന് ആശീർവാദം സ്വീകരിക്കേണ്ടതാണ്. നിങ്ങൾ നിൽക്കുന്ന ഇടം മുട്ട നിൽക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഇപ്പോഴും മുട്ട നിന്നുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാവുന്നതാണ്. ഞങ്ങളൊരു നിമിഷം അവനുമായി നിങ്ങൾ വെച്ച എല്ലാ വിഷയങ്ങളും, ഈ ആരാധന ലൈവായി കൂടാൻ പോകുന്ന, ഇന്നും നാളെ ഈ ആഴ്ച മൊത്തമായി ഈ ആരാധന തുറന്ന് കാണുന്ന എല്ലാവർക്കും അവരുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി അച്ഛൻ മൗനമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മാസം മുഴുവനും ഈ ആരാധനയിൽ പങ്കെടുക്കാൻ പോകുന്ന അനവധിയായ മക്കളെ അവിടെ പറ്റാത്ത കണ്ണുനീരിനെ നീ ഏറ്റെടുത്തുകൊണ്ട് ലോക്ക്ഡൗൺ കഴിയുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അവരെ അനുഗ്രഹിക്കണമേ. അമ്മയുടെ പ്രാർത്ഥന നീ മാനിച്ചുകൊണ്ട് ഉടമ്പടിയെ നീ മാനിക്കണമേ. വാഗ്ദാനത്തെ പ്രാപിക്കാൻ വേണ്ടിയുള്ള ജനങ്ങളുടെ പ്രത്യാശയെ ഉദ്ദീപിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. ആമേൻ. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ
ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവിക്കുന്നവനായ ദൈവമേ ഞങ്ങളെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മറിയ. ആവേ 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 മറിയ. ആവേ 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 മറിയ. ആവേ 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 മറിയ. എന്നെ ഇവിടെ എത്തിച്ച മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദിയുണ്ട്. ഞാൻ 2022 മെയ് മാസത്തിലാണ് ഉടമ്പടി എടുത്തത്. ഞാൻ 12 പ്രാവശ്യം പുതുക്കിയിട്ടുണ്ട്. 2022 ജനുവരിയിലാണ് എൻ്റെ മകളുടെ വിവാഹം നടന്നത്. വിവാഹത്തിന് ശേഷം ഞാൻ വലിയൊരു കടത്തിനകത്തായിപ്പോയി. അങ്ങനെ വീടിന് പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം. ഇതൊന്നും ഞാൻ എൻ്റെ മകളെ അറിയിച്ചിരുന്നില്ല. ഞാനും എൻ്റെ ഭർത്താവും ഒരുപാട് കടങ്ങളുടെ നടുക്കിലായപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു എന്താണ്? അന്നേരം പറഞ്ഞു, നമുക്ക് ആത്മഹത്യ ചെയ്യാം. ഒരു മകനുണ്ടല്ലോ, ആ പണി തീരാത്തൊരു വീടാണ് എനിക്ക് കിടക്കുന്നത്. അവൻ ആ വീട് പൂർത്തിയാക്കി എടുത്തുകൊള്ളും, നമുക്ക് മരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് മരിക്കേണ്ട. കാരണം ദൈവം നമ്മളെ രക്ഷിക്കും, ഇതിൽ ഏതെങ്കിലും വിധത്തിലെങ്കിലും രക്ഷിക്കും. അതുകൊണ്ട് നിങ്ങളങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ വിഷമത്തിനിടയ്ക്ക് ഒരു വശത്ത് കടക്കാരുടെ വരവും മറുവശത്ത് ആത്മഹത്യയുടെ വക്കിലും ഞങ്ങൾ നിൽക്കുകയാണ്. ആ ഒരു അവസരത്തിലാണ് ഒരു ചേച്ചി വന്ന് ഞങ്ങളുമായിട്ട് കാണാൻ. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, പിന്നെ ആലപ്പുഴയിൽ ഒരു പള്ളിയുണ്ട്, കൃപാസനം എന്നുള്ളൊരു പള്ളിയുണ്ട്. ഈ പള്ളിയിൽ പോയി നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ മാതാവ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വഴി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. വന്നെങ്കിലും അന്ന് തന്നെ അച്ഛൻ്റെ ക്ലാസ് കേൾക്കാൻ ഇടവരികയും ഞങ്ങൾ ആ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഒരുപാട് കരഞ്ഞ് കണ്ണുനീരോട് കൂടി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈശോയെ, ഞങ്ങളെ ഈ പടുകുഴിയിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാനിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, അന്ന് ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ വീടിൻ്റെ മുട്ട നിൽക്കുന്നു മാതാവ്. അതായത് ഒരു കിന്നാരും പോലുള്ള ഒരു ഇതൊക്കെ വെച്ചും കൊണ്ട്, കിന്നരൊക്കെ തൊപ്പിയായി വെച്ചും കൊണ്ട് മാതാവ് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ മുട്ടാങ്കാലിൽ തന്നെ വെച്ചുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് കമന്ന് വീണു. അങ്ങനെ ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കി, മാതാവേ എന്ന് പറഞ്ഞ് തിരിഞ്ഞു വീണു. പിന്നെ നോക്കിയപ്പോൾ അവിടെ ഒരു ചേച്ചിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എന്ത് പറ്റി നിനക്ക്? ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ കണ്ടില്ല. അന്നേരം പറഞ്ഞു, എനിക്ക് മനസ്സിലായി, നീ എന്നെയല്ല കണ്ടത്, നീ മാതാവിനെയാണ് കണ്ടതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം പിന്നെ എൻ്റെ ജീവിതത്തിൽ ഓരോന്നും എനിക്ക് വരാൻ തുടങ്ങി, നല്ല നല്ല കാര്യങ്ങൾ വരാൻ എനിക്ക് തുടങ്ങി. കാരണം എനിക്കത് മനസ്സിലായി, മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ പണിയും തുടങ്ങി. വീടിൻ്റെ പണി പൂർത്തിയായി, താമസവും ആരംഭിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം കടക്കാർ എന്നിട്ടും ഞങ്ങളെ വിട്ടില്ല, എന്നാലും ഞങ്ങൾ അവിടെ താമസിച്ചു. അങ്ങനെ ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞു,
നമുക്ക് ഈ വീട് ഒറ്റയ്ക്ക് കൊടുക്കാൻ, കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാണ്ട്. അങ്ങനെ ഞങ്ങൾ ആ വീട് ഒറ്റയ്ക്ക് കൊടുത്തും കൊണ്ട് ഞങ്ങൾ ദൂരേക്ക് മാറിപ്പോയി. അവിടെ നിന്ന് 2 ബസ് കയറിയാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അങ്ങനെ ആ ഒരു ദിവസം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, മാതാവ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥിതി വരുത്തില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞു തള്ളി പറയേണ്ടി വന്നു. അപ്പോൾ ഞാനും പറഞ്ഞു ശരിയാണല്ലോ, പക്ഷേ ഞാനൊരു ഹിന്ദുവാണ്. എന്നാൽ തന്നെ ഞാൻ പറഞ്ഞു ശരിയാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനെ തള്ളി പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് സുഖമില്ലാതായി. അപ്പോഴെന്താണെന്ന് അറിയാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് ബ്ലഡ് ക്യാൻസറിൻ്റെ തുടക്കമാണെന്ന് പറഞ്ഞു. അപ്പോഴേ മനസ്സിലായി, മാതാവേ നീ എനിക്ക് തന്ന ശിക്ഷയാണോ ഇത്? അങ്ങനെ മാതാവിനോട് ക്ഷമ പറഞ്ഞു. അവസാനം വീണ്ടും ഞാൻ കരഞ്ഞു പറഞ്ഞുകൊണ്ട്, മാതാവേ ഈ രോഗത്തിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ മണ്ണും മരുന്നും ഒന്നും കഴിക്കുന്നില്ല, മാതാവ് മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ എന്ന് കരുതി ഈ 2 വർഷം വരയ്ക്കും ഇദ്ദേഹം പിന്നെ ആശുപത്രിയിലോട്ട് പോയില്ല. എൻ്റെ മനസ്സിൽ പേടിയുണ്ടായിരുന്നു, ദൈവമേ ഇങ്ങനെ ആശുപത്രി പോകുന്നില്ലല്ലോ. എന്നിട്ട് ഞാൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു, മാതാവേ ഒരു രോഗവും കൊടുക്കരുതേ എന്ന് പറഞ്ഞു. ഒരു ഗുളിക പോലും അതായത് കഴിച്ചിരുന്നില്ല ആ സമയത്ത്. ആ 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഈ കഴിഞ്ഞ 2 മാസം ആയതേ ഉള്ളൂ, വയറെല്ലാം കൂടെ ഊതിപ്പെരുവി ഒരു വല്ലാത്ത അവസ്ഥയിലായി. അപ്പം പറഞ്ഞ് എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ വെഞ്ചരിച്ച ഉപ്പും തൈലവും എടുത്ത് ഉപ്പ് നാക്കയിലിട്ട് കൊടുത്തിട്ട് തൈലം കുരിശ് വരച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഈ പോകുന്ന കണക്ക് ഞങ്ങൾ തിരിച്ച് സന്തോഷത്തോടെ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയി. ആ ട്രെയിനിലിരുന്നപ്പോൾ ഒരുപാട് യാത്രക്കാർ ഉണ്ടായിരുന്നു. എൻ്റെ നടുക്ക് ഞാൻ ഇരിക്കുകയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഈ ഫയലെല്ലാം എൻ്റെ കയ്യിലിരിക്കുക. അപ്പോഴും ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് മാതാവിനോട് ഉള്ളൊരുങ്ങി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അന്നേരം ആ നിമിഷം എൻ്റെ കണ്ണിൽ പെട്ടെന്ന് ഒരു പ്രകാശം വന്നു കയറി. എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, ആരെയും കാണാൻ പറ്റുന്നില്ല, പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ഫയൽ മാത്രം എനിക്ക് കാണാം. അപ്പോഴും 1/2 മണിക്കൂർ നേരം ഞാനിങ്ങനെ ഈ മരവിച്ചിരുന്ന് പോയി. അപ്പോഴെനിക്ക് മനസ്സിലായി ഈ മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട്, എൻ്റെ ഭർത്താവിന് ഒരു രോഗവും കാണത്തില്ല എന്ന്. അതുപോലെ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞു, എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞ് ഈ റിസൾട്ട് വരുമ്പോൾ പറയാൻ പറ്റും, അതല്ല ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു, 2 മണിക്കൂറിനകം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ ഇരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്താ ഒരു 15 മിനിറ്റ് കൊണ്ട് എനിക്ക് റിസൾട്ട് വന്നു, എൻ്റെ ഭർത്താവിന് ഒരു രോഗവുമില്ലെന്ന്. അതോടെ എൻ്റെ മാതാവിനോട് ഞാൻ നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ നഷ്ടപ്പെട്ടൊരു വാഹനം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു, തിരിച്ചു കിട്ടുമെന്ന് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ മാതാവ് അതിനും എനിക്കൊരു വഴി കാണിച്ചു തന്നു. ആ വാഹനം ഞാൻ തിരിച്ചെടുത്തു. അതിനുശേഷം ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തരുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മുല്ലപ്പൂവിൻ്റെ മണങ്ങൾ വരും. അപ്പോൾ എനിക്ക് മനസ്സിലാവും മാതാവാണിത് വരുന്നത്. കൂടെ പ്രകാശവും എൻ്റെ കണ്ണിലടിക്കാൻ. അപ്പോഴും ഞാൻ പറയും, മാതാവ് എൻ്റെ കൂടെയുണ്ട്, തിരുകുമാരനും എൻ്റെ കൂടെയുണ്ട്. ഞാൻ എല്ലാ ആൾക്കാരോടും ഞാനത് പറഞ്ഞു കൊടുന്നു. അപ്പോഴെല്ലാവരും അത് സുപ്രഭേ നിൻ്റെ കൂടെ എന്തായാലും മാതാവ് നിന്നെ കൈവിടത്തില്ല, നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇന്നും ജീവിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പിന്നെ ഉപവാസം മുടങ്ങാതെ ഞാൻ ഉപവാസം എടുക്കാറുണ്ട്. 5 മണിക്ക് 4:30 എണീച്ച് ബൈബിള് വായിക്കും. കുരിശെടുത്ത് തലയിൽ വെച്ച് എന്തോ വെള്ളം തന്നിട്ട് പറഞ്ഞു, പൊയ്ക്കോ, വൃക്കയും വെക്കണ്ട, ഒന്നും വെക്കണ്ട. ഞാൻ പുതിയ കോണ്ടാക്ട് പണിയെടുത്ത് മെച്ചപ്പെട്ട് കടക്കാർ എടുത്തുകൊണ്ട് പോയ കാറ് തിരിച്ച് അതേ കണക്ക് ഞാൻ എടുത്തു. അതേ വാഹനം തന്നെ ഞാൻ തിരിച്ചെടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് എല്ലാ പാവത്തുങ്ങൾക്കും 51 പേർക്ക് ഞാൻ ആഹാരം കൊടുത്ത്. എന്നിട്ട് ഞാൻ കൊട്ടാരക്കര ഒരു വൃദ്ധസദനത്തിൽ 30 അച്ഛനും അമ്മയ്ക്കും അവർക്ക് വസ്ത്രവും ആഹാരം മെഡിസിൻ ഇതും കൊടുത്ത്. ഇനിയും കൊടുക്കാൻ എൻ്റെ തിരുകുമാരനും എൻ്റെ മാതാവും വിചാരിച്ച് ഞാൻ ചെയ്യും. എനിക്ക് സമ്പാദ്യം ഒന്നുമില്ലെങ്കിലും എൻ്റെ വീട് ഞാൻ തിരിച്ചെടുത്തിട്ടില്ല, എന്നാലും ഞാൻ ചെയ്യാൻ മനസ്സാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കഥ അടച്ചിട്ടിരിക്കും. എൻ്റെ മോളും മരുമോനും വന്ന് ഫോണിൽ വിളിച്ചെങ്കിലേ ഞാൻ കഥ തുറക്കത്തുള്ളൂ. കഥ അടച്ചിട്ടിരുന്നിട്ട് ഞാൻ എല്ലാ ഞായറാഴ്ചയാകുമ്പം ഫ്രീ ആണല്ലോ, കടക്കാർ വീട്ടിൽ തിരക്കി വരും. പക്ഷേ ഞാൻ 3:30 അവിടെ നിന്ന് ട്രെയിൻ കയറും, ഇവിടെ വരും. എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്നിരുന്നിട്ട് വൈകുന്നേരം ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലും. കടക്കാർ ഒതുങ്ങി. പിന്നത്തെ ദിവസങ്ങളിൽ ഇദ്ദേഹം ജോലിക്ക് പോവും, അംഗനവാടിയിലാണ് ജോലി, മോനും ജോലിക്ക് പോവും. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കഥ കടച്ചകത്ത് കയറിയും ഫാൻ പോലും എടുത്തില്ല, ഫാനിട്ടാൽ സൗണ്ട് കേൾക്കും വിളി. അങ്ങനെ കഴിഞ്ഞവനാണ് ഞാൻ. ഇന്ന് പൊന്നു മാതാവ് എന്നെ നല്ല രീതി ഇത്ര ഇവിടെ കൊണ്ടെത്തിച്ച് നന്ദി, ഒരുപാട് നന്ദി. എൻ്റെ അസുഖം എനിക്ക് പൂർണ്ണമായിട്ട് മാറി. എൻ്റെ വയറ് ഡമ്മെന്ന് നിന്നയാ.
എന്നെ ഇപ്പോൾ ചെക്കപ്പിന് കൊണ്ടുപോയപ്പോൾ ഞാൻ മരുന്ന് കഴിക്കാൻ ഒക്കത്തില്ല. 17,000 രൂപ വേണം ബ്ലഡ് മാറണമെങ്കിൽ. ഇത്രയും കടത്തിനിടയ്ക്ക് ഞാൻ എവിടെ നിന്ന് മാറും 17,000 രൂപ? ഞാൻ വരുന്നെന്ന് ഇവരോടൊന്നും പറയാതെ അടങ്ങിയിരുന്ന്, എന്നിട്ട് ഇദ്ദേഹം എനിക്ക് തരുന്ന തൈലും ഉപ്പുവാ എൻ്റെ മരുന്ന്. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ വയറ് ഞെക്കി നോക്കിയിട്ട് പറഞ്ഞ് കൂടിക്കിടക്കുവാണല്ലോ, പെട്ടെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുവാ തീരുമാനിക്കാം. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ചെല്ലുമ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നത് ഈ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? ഞാൻ സിസ്റ്ററോട് ചോദിച്ചാൽ പറഞ്ഞു ഇത് ക്യാൻസറിൻ്റെ. ഞാൻ അന്നേരം ചേട്ടാ പേടിക്കല്ലേ എന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞില്ല. ഇദ്ദേഹം ഉടനെ ഉപ്പെടുത്ത് എൻ്റെ വായിലും ഇട്ട് തൈലും വെച്ച് കുരിശും വരച്ച് എൻ്റെ പള്ളയിലും വരച്ച് കയറ്റി. ഞാൻ ചോദിച്ചു മോളെ ഇതിൻ്റെ റിസൾട്ട് എപ്പോൾ കിട്ടും? ചേട്ടാ റിസൾട്ട് അസുഖം ഉണ്ടെങ്കിൽ 3 മണിക്കൂർ. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഈ വിരലിൽ നിന്ന് ഞാൻ മുത്തമിട്ട് പ്രാർത്ഥിച്ച് അവസാനം 15 മിനിറ്റ് ആയപ്പോൾ റിസൾട്ട് വന്ന്. ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞ് ഒരസുഖമില്ല, പൊയ്ക്കോളാൻ. ഞാൻ ജോലി കഴിഞ്ഞ് 4 മണിയാകുമ്പോഴാണ് പത്രം വിതരണം ചെയ്യുന്നത്. 2 ദിവസം കൊണ്ട് ഞാൻ പത്രം കൊടുത്തു തീർക്കും. അപ്പോഴാൾക്കാർ എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് പത്രം മേടിക്കാറുണ്ട്. ഒരു മാസം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തർ എന്നെ വിളിച്ച് ചോദിക്കുക എന്താണ് പത്രം തരാത്തതെന്ന് ചോദിക്കുക. അങ്ങനെ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊച്ചിന് കൈക്ക് വേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. കാണിച്ചപ്പോൾ അതിനൊരു മുഴയായിരുന്നു. അപ്പോൾ അതിന് പേടിയായിരുന്നു, അത് ക്യാൻസർ വല്ലതും ആണോന്ന്. ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചോളാം. അപ്പോൾ ആ കൊച്ചു പറഞ്ഞു ചേച്ചി ഒന്ന് പ്രാർത്ഥിച്ചോണേ ചേച്ചി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊരു കാശുരൂപമുണ്ട്, ഇത് കൈ വെച്ച് പിടിച്ചുകൊണ്ട് മാതാവിനെ വിളിച്ചുകൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ അത് വെച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അത് തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു, അതിന് ഒരു കുഴപ്പവുമില്ല. അങ്ങനെ അതിവിടെ വന്ന് മാതാവിനോട് ഒന്ന് പ്രാർത്ഥിച്ചു. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും നന്ദി. ഈശോയ്ക്ക് ഒരുപാട് നന്ദി. എൻ്റെ പേര് ആരോമൽ, ഇതെൻ്റെ അമ്മയാണ് റീന. ഞങ്ങൾ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. സാക്ഷ്യമായിട്ട് രോഗസൗഖ്യ സാക്ഷ്യമാണ് പറയാനുള്ളത്. എനിക്ക് 15 വർഷത്തിലേറെ ഗ്യാസിൻ്റെ പ്രോബ്ലവും ദഹന പ്രശ്നവും ഒക്കെ ഉണ്ടായിരുന്നു. പയറ്, പിന്നെ പരിപ്പ്, കടല, ഗ്രീൻ പീസ് അങ്ങനത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി ഗ്യാസ് വരും. അതുപോലെ വയറ് നല്ല വേദന, വലിഞ്ഞു മുറുങ്ങുന്ന വേദന ഉണ്ടായിരുന്നു. ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം ഉപ്പ് ഉപയോഗിച്ച് ഫലമായി ഗ്യാസും ദഹന പ്രശ്നവും എല്ലാം മാറിക്കിട്ടി. എൻ്റെ അമ്മയ്ക്ക് 23 വർഷത്തിലേറെ ശ്വാസമുട്ടുണ്ടായിരുന്നു. എനിക്ക് 27 വയസ്സുണ്ട്. എനിക്ക് 1 വയസ്സ് ആയ സമയം മുതൽ എൻ്റെ അമ്മയ്ക്ക് ശ്വാസമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഇൻഹേലർ അടിക്കും. തണുപ്പാകുമ്പോഴത്തേക്ക് അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച ഫലമായി അമ്മയ്ക്ക് ഇപ്പോൾ ശ്വാസമുട്ട് അങ്ങനെയൊന്നുമില്ല, എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് എൻ്റെ അച്ഛൻ്റെ ജോലി ട്രിവാൻഡ്രത്തായിരുന്നു. എൻ്റെ വീട് കൊല്ലം ജില്ലയിൽ പരൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് 8:30 ട്രെയിനാണ് അച്ഛൻ പോണത്. അപ്പോൾ തിരിച്ച് വരുന്ന 8:45 ട്രെയിനാണ് അവസാനമായിട്ടുള്ളത്. പക്ഷേ മിക്കപ്പോഴും ആ ട്രെയിൻ കിട്ടാറില്ല. പിന്നെ KSRTC ബസ്സിൽ പാരിപ്പള്ളി എന്ന ജംഗ്ഷനാണ്, പിന്നെ നാഷണൽ ഹൈവേയിലാണ് വരുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പാരിപ്പള്ളി വരെ 12 കിലോമീറ്ററും ഉണ്ട്. അപ്പം ചിലപ്പോഴൊക്കെ ഞാൻ ബൈക്കിലാണ് അച്ഛനെ പോയി വിളിക്കുന്നത്. ചിലപ്പം അത് 10:30 ആവാം, ചിലപ്പോൾ 11 മണിയാവാം, ചിലപ്പോൾ 12:30 പോയി അച്ഛനെ വിളിച്ചിട്ടുണ്ട്. തിരിച്ച് വരുമ്പോഴത്തേക്ക് വെളുപ്പിന് 1:30 മണിയൊക്കെ ആവും. അന്ന് തന്നെ പിന്നെ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങും. അന്ന് രാവിലെ തന്നെ അച്ഛൻ ഫുഡ് കഴിച്ച് വീണ്ടും ജോലിക്ക് പോകും. അപ്പോൾ അച്ഛനമ്മ അവരുടെ പ്രായമൊക്കെ ആയ ആളാണ്. ഷുഗറിനും പ്രഷറിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഉടമ്പടി എടുത്ത് എനിക്ക് ഒരുപാട് ദൈവികമായി വളരാൻ സാധിച്ചു. അത് പറയാൻ മറന്നുപോയി. അപ്പം ട്രിവാൻഡ്രത്ത് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചെന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് മാറി ആറ്റിങ്ങൽ സ്ഥലമുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ അവിടെ ആറ്റിങ്ങൽ ജോലി കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ സമയം രാത്രി 7 മണി 7:30 ആകുമ്പോൾ അച്ഛൻ വീട്ടിൽ വരാമെന്ന്. അപ്പം ഞാൻ അവിടെയാണ് ആറ്റിങ്ങൽ കിട്ടാൻ വേണ്ടിയാണ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. എന്നാൽ മാതാവ് എൻ്റെ വീട്ടിൽ നിന്ന് 12 കിലോമീറ്റർ മാറുമ്പം വർക്കൽ എന്ന സ്ഥലമുണ്ട്. അവിടെയാണ് മാതാവ് അച്ഛന് ജോലി കൊടുത്തത്. അച്ഛപ്പോൾ രാവിലെ 9:30 സ്കൂട്ടറിൽ പോവും. അത് വർക്കല വരെ പോകാൻ വേണ്ട, കുറച്ച് പോയാൽ മതി. പിന്നെ കമ്പനി വണ്ടി വന്ന് എടുക്കും. ഇപ്പം അച്ഛൻ 7 മണിക്ക് മുമ്പായിട്ട് വീട്ടിൽ വരും. ചിലപ്പോൾ 5 മണിക്ക് വരും, ചിലപ്പോൾ 5:30 വരും. പിന്നെ അങ്ങനെ അച്ഛന് സ്ഥലം ജോലി വർക്കിലോട്ട് മാറ്റി തന്ന മാതാവിനെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ മിക്കപ്പോഴും എനിക്ക് വിഷമം വരുമ്പോഴത്തേക്ക് രാത്രി ആ ഈശോനെ മാതാവിനെ മനസ്സിൽ വിചാരിച്ച് ഞാൻ കിടന്നുറങ്ങും.
അങ്ങനെ ഞാൻ 2 തവണ ഈശോനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഈശോ വന്ന് അനുഗ്രഹിക്കുന്നതായിട്ടും ഒരു തവണ ഈശോൻ്റെ മുഖം ഞാൻ കണ്ടില്ല എന്നും വലത് കൈ കുരിശ് വെച്ച് മുഖം മറച്ചിട്ട് എൻ്റെ അടുത്ത് വന്നാൽ പെട്ടെന്ന് ഞെട്ടി എണീറ്റായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഈ കഴിഞ്ഞ ജൂണിലാണ് നടന്നത്. അത് എൻ്റെ വീട്ടിൽ ഈശോ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് സ്വപ്നത്തിൽ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. അത് ഇപ്പം ഓരോ സ്ഥലത്തായിട്ട് കൊടുക്കും. ഇപ്പം ഇന്ന് ട്രിവാൻഡ്രത്ത് കൊടുത്ത് തന്നെ അടുത്ത തവണ ആശുപത്രിയേക്കും കൊടുക്കുന്നത്. പിന്നെ അടുത്ത തവണ വേറെ ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ് ഇവിടെയൊക്കെ കൊടുക്കാറുണ്ട്. പത്രം കൊടുക്കുമ്പോൾ ഞാൻ എല്ലായിടത്തും ഈ പത്രം എന്താണെന്ന് പറഞ്ഞ് വ്യക്തമായി പറഞ്ഞ് എനിക്ക് കിട്ടിയ നിയോഗങ്ങൾ സാക്ഷ്യമെല്ലാം പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഹാർട്ട് പേഷ്യൻസ്, അതുപോലെ ക്യാൻസർ പേഷ്യൻസൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സാമ്പത്തിക സഹായിക്കുകയും അത് ഭക്ഷണം കൊടുക്കുകയും വസ്ത്രം കൊടുക്കുകയും അരി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ ഫ്രണ്ട്സെടുത്ത് ഞാൻ കൃപാസനത്തെക്കുറിച്ചൊക്കെ പറയും. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി, ആ ഫ്രണ്ടിൻ്റെ റിലേറ്റീവ് വഴി എനിക്ക് ഇവിടെ ഉടമ്പടി എടുക്കാൻ സാധിപ്പിക്കാൻ പറ്റി. പിന്നെ അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം ചൊവ്വാഴ്ച ഞാൻ കേൾക്കാറുണ്ട്. അതുപോലെ ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ കോച്ചിങ് പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് റെയിൽവേ സ്റ്റേഷനൊക്കെ പ്രായമായി ആരോഗ്യമില്ലാത്തവരൊക്കെ പൈസ വെച്ചാൽ എൻ്റെ കഴിയുന്ന രീതിയിൽ ഞാൻ പൈസ വെച്ച് സഹായിക്കാറുണ്ട്. അപ്പം എല്ലാ അനുഗ്രഹവും നേടിത്തന്ന. പിന്നെ എനിക്ക് ആദ്യം എനിക്ക് ഇവിടെ വന്നപ്പം വിശ്വാസമൊന്നും ഉണ്ടായില്ല. അപ്പം പിന്നെ എനിക്ക് ഉടമ്പടി എടുത്ത് നിയോഗങ്ങൾക്ക് സാധിച്ചു വന്ന്. അതുമാത്രമല്ല എനിക്ക് ദൈവത്തോട് കൂടെ അടുക്കാനായിട്ട് പറ്റി. എനിക്കിപ്പം പഴയ പോലെ സ്വഭാവം മാറി. ഒരുപാട് ഇപ്പം പാവങ്ങളെ സഹായിക്കാനായാലും എനിക്കിപ്പോൾ എല്ലാത്തിനും ഒരു മനസ്സുണ്ട്. എല്ലാ കാര്യത്തിനും എല്ലായിടത്തിനും ഈ കൃപാസനത്തെ കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യും. എല്ലാ നിയോഗങ്ങളും അനുഗ്രഹം തേടി തന്ന അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി.